നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ രാജ്യം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ബി.ജെ.പി നേതൃത്വത്തിലുള്ള എൻ.ഡി.എയും പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച ഇന്ത്യ സഖ്യവും തമ്മിലാണ് തെരഞ്ഞെടുപ്പിലെ പോരാട്ടം. പ്രധാനമന്ത്രിയും ഇന്ത്യ സഖ്യവും തമ്മിലാണ് തെരഞ്ഞെടുപ്പിലെ പോരാട്ടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 10 വർഷം കാഴ്ചവെച്ച സദ്ഭരണത്തിന്റെ റെക്കോർഡുമായാണ് എൻ.ഡി.എ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 400-ലധികം സീറ്റ് നേടി വീണ്ടും അധികാരത്തിലെത്താനാണ് എൻ.ഡി.എ ലക്ഷ്യമിടുന്നത്. വീണ്ടും മോദി സർക്കാർ എന്ന ക്യാമ്പയിനിലാണ് ബി.ജെ.പി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 2047 വികസിത ലക്ഷ്യവും നരേന്ദ്രമോദിയും ബി.ജെ.പിയും മുന്നോട്ട് വയ്ക്കുന്നു. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പ് തന്നെ 267 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബി.ജെ.പി രംഗത്ത് വന്നിരുന്നു. കൃത്യമായ നയമില്ലാതെ പോവുകയാണ് ഇന്ത്യ സഖ്യം. കേരളം, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്കും ചിലയിടങ്ങളിൽ ഒന്നിച്ചുമാണ് സഖ്യത്തിലെ പാർട്ടികൾ മത്സരത്തിനിറങ്ങുന്നത്. കേരളത്തിൽ പരസ്പരം പോരടിക്കുന്ന ഇന്ത്യ സഖ്യകക്ഷികളായ കോൺഗ്രസും CPM-ഉം അങ്ങനെ തന്നെയാണ് മത്സരിക്കുന്നത്. ഇവർ കേരളം കടന്നാൽ ഒറ്റക്കെട്ടുമാണ്. ഈ ഇരട്ട നിലപാട് വോട്ടർമാർക്ക് മുന്നിൽ വിശദീകരിക്കാനാവാത്ത അവസ്ഥയിലാണവർ. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലും സമാന സാഹചര്യമാണ്. ഏത് മാർഗത്തിലൂടെയും ബി.ജെ.പിയെ തോൽപ്പിക്കുകയെന്ന ചിന്ത മാത്രമാണ് ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് കാരണമായതും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ട് രാഹുൽ ഗാന്ധി നയിച്ച ജോഡോ യാത്ര കോൺഗ്രസിന് ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല, കൂടുതൽ നേതാക്കൾ പാർട്ടി വിട്ടുപോകുന്നതിനും ഇടയാക്കി. സഖ്യ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സഖ്യം ഉപേക്ഷിച്ച് എൻ.ഡി.എയുടെ ഭാഗമായതും ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമില്ല എന്ന് മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി പ്രഖ്യാപിച്ചതും സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ 10 വർഷത്തെ ഭരണ നേട്ടങ്ങളും ജനക്ഷേമ വികസന പദ്ധതികളുമാണ് ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്നത്. 10 വർഷത്തിനുള്ളിൽ 25 കോടിയോളം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കി. 80 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം സൗജന്യ ഭക്ഷ്യധാന്യ വിതരണം നടത്തി. ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളെല്ലാം വോട്ടായി മാറുമെന്ന് ബി.ജെ.പി ഉറപ്പിക്കുന്നുണ്ട്. വനിതാ സംവരണ ബിൽ, ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, CAA നടപ്പാക്കൽ, വിജയകരമായ G20 അധ്യക്ഷത, മംഗൾയാനിൽ നിന്ന് ചന്ദ്രയാൻ 3യിലേക്കുള്ള യാത്ര തുടങ്ങിയവയെല്ലാം ബി.ജെ.പി ഉയർത്തിക്കാട്ടുന്നു. വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച വിജയവും ബി.ജെ.പിയുടെ ആത്മവിശ്വാസത്തിന് കരുത്തേകുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 282 സീറ്റ് നേടിയ കോൺഗ്രസിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് 333 ഉയർത്തി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തുകയായിരുന്നു. ഇനി 400 സീറ്റിന്റെ ലക്ഷ്യവുമായാണ് ബി.ജെ.പി NDA സഖ്യം ഇപ്പോൾ മത്സര രംഗത്തേക്ക് വന്നിരിക്കുന്നതും.